അവൻ തോറ്റ് തല താഴ്ത്തി വന്നാലേ എനിക്കിനി സന്തോഷമാകത്തുള്ളൂ. അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റും അമ്മേ. മുത്തച്ഛനും അമ്മമാരും ഒക്കെ നേരത്തെ തന്നെ ഇത് അറിയും. എനിക്കും അറിയാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ മറ്റുള്ളവരുടെ മുഖം നോക്കിയാൽ മാത്രം മതി. അവരുടെയൊക്കെ മുഖത്തെ സങ്കടം കാണുമ്പോൾ ഉറപ്പിക്കാം സംഗതി ഗുരുതരമാണെന്ന്. എടാ ആദർശ് പോകുന്നെന്ന് പറഞ്ഞ് ഈ വീട് മൊത്തം നമ്മളെ കൊണ്ട് ഒരു തൂത്ത് തുടപ്പിച്ചില്ലേ? നിന്നെ കൊണ്ടതേ മാറാല വരെ അടുപ്പിച്ചില്ലേ? വിളക്ക് തുടപ്പിച്ചു. എന്തെല്ലോ ആ ചെയ്യിപ്പിച്ചത്. അത് മാത്രമാണോ? അടുക്കള പണി വരെ എനിക്ക് ചെയ്യേണ്ടി വന്നില്ലേ? ആ പരിക്കൊക്കെ മാറുമേ ഈ പറഞ്ഞൊക്കെ സത്യമായാൽ. ഓ സത്യമാവട്ടെ. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ അമ്പലത്തിലൊക്കെ പോയത്. ഇതിനിടയിലും നിന്റെ അനിയത്തി എന്ന് പറയുന്നവള് അവർക്കൊപ്പം നിൽക്കുന്നതാണ് എന്റെ വിഷമം. അവൾ അങ്ങനെ നിൽക്കട്ടമ്മേ. അവളുടെ കല്യാണം ആർഭാടം നടക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? അവൾ അതങ്ങനെ സാധിച്ചെടുത്തോട്ടെ. എന്തായാലും ഈ കുടുംബത്തിൽ ജീവിക്കേണ്ടതല്ലോ അവള്. അതുകൊണ്ട് അവളുടെ കാര്യം വിട്ടേക്ക്. ആദർശനോട് ഇനി എന്ത് നിലപാടെടുക്കും മുത്തച്ഛനെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയെ താഴോട്ട് കൊണ്ടുപോകുന്ന ഒരു MD അനന്തമൂർത്തി വെച്ചോണ്ടിരിക്കില്ല. മുൻകാല അനുഭവങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാലോ. വർക്കിൽ ഒരു ചെറിയ വീഴ്ച വരുത്തിയ ഒറ്റ സ്റ്റാഫിനെ മുത്തച്ഛൻ മൂർത്തി ജ്വല്ലറി വെച്ചുകൊണ്ടിരുന്നിട്ടില്ല. ആദർശം അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ എല്ലാ സന്നാഹത്തോടും പോയവൻ തകർന്നു വീണെങ്കിൽ അവനെതിരെ മുത്തച്ഛൻ ആക്ഷൻ എടുത്തേ പറ്റൂ. അങ്ങനെ നീ പ്രതീക്ഷിക്കണ്ട. അങ്ങേര് ആദർശന് വിട്ട് കളിക്കില്ല. പക്ഷെ അത് കമ്പനിയിലുള്ളവർ തന്നെ ചോദ്യം ചെയ്യും. ചിലപ്പോ അവന്റെ അച്ഛനും ഇളയച്ചനും ചോദ്യം ചെയ്യുന്നിരിക്കും. അമ്മേ, കാരണം അവരെയൊക്കെ വെട്ടിമാറ്റിയിട്ടാ അവന് മുത്തച്ഛൻ MD സ്ഥാനം കൊടുത്തിരിക്കുന്ന തന്നെ. കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. എടാ പഴയ അനന്തമൂർത്തി അല്ല ഇപ്പോഴത്തെ അനന്തമൂർത്തി. രോഗം വന്ന് ഒടിഞ്ഞു തൂങ്ങിയ ആളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരാൾ പഴയതുപോലെ ബോൾഡായിട്ടുള്ള തീരുമാനമൊന്നും എടുക്കാൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് നോക്കാം അനന്തമൂർത്തി ആകുമെന്ന്. മോളെ നവി, ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ ഡീല് നമുക്ക് കിട്ടിയില്ല. 5 വർഷത്തെ കരാറ് കൊണ്ടുപോയതേ ജ്വല്ലറിയാ. അല്ല ആരേത് അമ്മയോട് പറഞ്ഞത്? അഭിയെ ഇപ്പോഴേ ഡേവിഡ് സാർ വിളിച്ചിരുന്നു. അങ്ങേരാ പറഞ്ഞത്. സാറങ്ങനെ കള്ളം പറയുന്ന ഒരാളല്ല. എനിക്കും സാറിനെ വിളിക്കാവുന്നതേ ഉള്ളൂ. അങ്ങേരെ ഇതുവരെ അഭി നേരിട്ട് കൂടി കണ്ടിട്ടില്ല. അവൻ അയാൾ വിളിച്ച കാര്യം പറഞ്ഞപ്പോ അത് ഞാനും വിശ്വസിച്ചില്ല. അപ്പോഴാ അവൻ മൊബൈൽ ഓണാക്കി കാണിച്ചത്. നമ്മുടെ ഷെയർ ഒക്കെ ഇടിഞ്ഞു താഴുവാ. അതിന് കാരണം ആ ഡീല് നമുക്ക് കിട്ടാത്തതാ. ഇവിടെ വലിയ പ്രാർത്ഥനയും പൂജയൊക്കെ ആയിരുന്നല്ലോ. അയാളുടെ മനസ്സ് ശരിയല്ല. പിന്നെ ആരെ പൂജിച്ചിട്ടും ആരെ വിളിച്ചിട്ടും എന്ത് കാര്യം? അവനെ വിജയശ്രീ ലാളിതനായിട്ട് വരുമ്പോ ഇവിടെ ആഘോഷിക്കാനായിട്ട് ചിലർ കാത്തിരിക്കുമായിരുന്നു. നിന്റെ അനിയത്തി ഉൾപ്പെടെ. ഇനി നമുക്കിതൊന്ന് ആഘോഷിക്കണം. ആരും അറിയാതെ. മുത്തശ്ശിന് തെറിഞ്ഞോ? എന്തോ അറിഞ്ഞു കാണും. ഇനി ഇപ്പൊ ഈ വാർത്ത അറിഞ്ഞിട്ടേ അങ്ങയുടെ ഹൃദയം നിന്നു പോകാതിരുന്നാ കൊള്ളാം. ആദർശ് എന്ന കൊച്ചുമോനെ പറ്റി പറയുമ്പോ മുത്തശ്ശിന് 100 നാവായിരുന്നല്ലോ. ഇനിയേ ആ 100 നാവിന് കുറവ് വരും. അതിങ്ങനെ താഴ്ന്നേ അങ്ങയുടെ മൗനവ്രതത്തിലും ആവും. ബിസിനസിനെ ആര് താഴോട്ട് കൊണ്ടുപോയാലും അയാളെ വെച്ച് പറപ്പിക്കുന്ന സ്വഭാവം മുത്തശ്ശന് ഇല്ലെന്നല്ലേ എല്ലാരും പറയാറ്. അഭി ഒരു തെറ്റ് ചെയ്തപ്പോ അവനെ തരം താഴ്ത്തുക മാത്രമല്ല പിന്നീട് ജ്വല്ലറിന്ന് പുറത്താക്കുകയും ചെയ്തില്ലേ? അങ്ങനെയുള്ളപ്പോഴേ ഇനി പ്രിയപ്പെട്ട കൊച്ചുമോന് MD സ്ഥാനം ഉണ്ടാവോ? ഒന്നും പറയാൻ പറ്റത്തില്ല മോളെ. അങ്ങേർക്ക് ഈ വീട്ടിനകത്ത് ഏറ്റവും ഇഷ്ടമേ ആദർശനെയാ. പിന്നെ അവന്റെ ഭാര്യ. അന്യരെ പോലെ ഇവിടെ കഴിയുന്നത് നമ്മളൊക്കെയല്ലേ? നയനേത് അറിഞ്ഞായിരുന്നോ? അറിയാൻ വഴിയില്ല. അവൻ തോറ്റു തുന്നം പാടിയെന്നെങ്ങാനും അവളെ വിളിച്ചു പറയോ? അവൻ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം അറിയാൻ പോകുന്നുള്ളൂ. ഇനി നീയായിട്ട് ആരോട് പറയണ്ട കേട്ടോ. അവരൊക്കെ അറിയുമ്പോ അറിയട്ടെ. എന്നാലേ ഞാൻ നയനെ ഒന്ന് കാണട്ടെ. രണ്ടാളും റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുവോ. നയനെ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? ഇല്ല ചേച്ചി, ഒന്നും അറിഞ്ഞിട്ടില്ല. മുത്തശ്ശൻ ആ ഡീല് നമുക്ക് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ കിട്ടിക്കാണും. കിട്ടരുതെന്നാണല്ലോ നിന്റെ ഭർത്താവിന്റെയും അവന്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹവും പ്രാർത്ഥനയും. അല്ല, ഞങ്ങള് പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ ഇവളും അമ്മായിയൊക്കെ പ്രാർത്ഥിച്ചില്ലേ? അതൊക്കെ പിന്നെ ദൈവം കേൾക്കാതിരിക്കോ? നിനക്കിപ്പോ കുറി ഈ കുടുംബത്തോടോ നമ്മുടെ ജ്വല്ലറിയോടോ അല്ലല്ലോ. നിനക്ക് വലിയ ശമ്പളം തന്ന് നിന്നെ വലിയ മോഡലാക്കിയത് നമ്മുടെ എതിരാളികളല്ലേ? അവര് മുംബൈയിലുണ്ടെന്നാ മുത്തശ്ശൻ പറഞ്ഞത്. ഓ, എന്ന് വെച്ച് മൂർത്തീസ് ജ്വല്ലറിയോടൊന്നും മത്സരിക്കാൻ അവരായിട്ടില്ല. ദുബായിൽ അവര് കുറച്ച് മുന്നിൽ കയറിയെന്ന് വിചാരിച്ചിട്ട് പതിറ്റാണ്ടുകളായി കേരളത്തിൽ വേരുറപ്പിച്ച മൂർത്തീസ് ജ്വല്ലറിയെ കവച്ചു വെക്കാൻ ജ്വല്ലറിക്ക് പറ്റുമോ? അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഇനി എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിന് കാരണം ആദർശേട്ടൻ തന്നെയായിരിക്കും. മനസ്സ് ശരിയല്ലാത്തവര് നല്ല കാര്യങ്ങൾക്ക് പോയാലേ അത് വിജയിക്കണമെന്നില്ല. ഇവളുടെ ഈ വർത്തമാനത്തിന് എന്ത് മറുപടിയാ മോളെ പറയേണ്ടത്? ഒന്നും പറയണ്ട അമ്മേ. പറഞ്ഞാലും നമ്മൾ തന്നെയല്ലേ വേദനിക്കൂ. എന്തായാലും ഈ കഷ്ടപ്പാടിനിടയിൽ നല്ലൊരു വാർത്ത കേട്ടല്ലോ. അവൻ തോറ്റ് തുപ്പിയിട്ടല്ലോ. മുത്തശ്ശന് കൊച്ചുമോനെ വലിയ പ്രതീക്ഷയായിരുന്നല്ലോ. ഇനിയിപ്പോ അവൻ അങ്ങേര് തന്നെ പുറത്താക്കും. അതെ, ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. പിന്നെ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി നീ കഴിഞ്ഞോണം. നീയും നിന്റെ മോനും ഇനിയും പഴയതുപോലെ ഈ വീട്ടിനകത്ത് കലഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പോയ പോലെ നിങ്ങൾ തിരിച്ചു വരും. എന്നിട്ട് എന്റെ നയനമോളുടെ അമ്മായിയമ്മയ്ക്കൊപ്പം നിന്ന് നിന്റെ മോനെ ഇവിടുന്ന് കെട്ടിയിട്ടിക്കും. നോക്ക് ജലജെ, നീ ഒരു കാര്യം മനസ്സിലാക്കി. എനിക്ക് നിന്നോടൊന്നും ഒരു ദയയും സഹതാപവും ഇല്ല. അതൊന്നും നീ അർഹിക്കുന്നുമില്ല. ആരും ചെയ്യാത്ത തെറ്റാ നിന്റെ മകൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്റെ മകളെ പറഞ്ഞു തിരുത്താതെ അവളെ കൊണ്ട് ഈ വീട്ടിലുള്ളവരെ വിഷമിപ്പിച്ചോണ്ടിരിക്കല്ലേ നിങ്ങള്? നവ്യ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതേ നിന്റെയൊക്കെ നിർദ്ദേശപ്രകാരമാണെന്ന് എനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ട് നീയൊക്കെ പൊട്ടം കളിക്കുമ്പോ നിന്നെയൊക്കെ വരച്ച വരയിൽ നിർത്തണ്ടേ? എന്റെ കനകെ, നവ്യയുടെ കാര്യത്തിൽ ഞങ്ങളൊക്കെ നിരപരാധികളാ. ദേ മിണ്ടരുത്. നിന്റെ മകന്റെ ജീവിതത്തിലേക്ക് എന്റെ മോള് വന്നത് എങ്ങനെയാന്നൊക്കെ എനിക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇനി കൂടുതൽ എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. അന്ന് തൊട്ട് നിന്റെ മോൻ കാരണം തീരുന്നോണ്ടിരിക്കുക ഞങ്ങളൊക്കെ. പിന്നെ അറിയാലോ നന്ദോട്ടിന്റെ കാര്യം. അവളൊരു പോലീസ് ഓഫീസറാ. അവൾക്ക് ഇവിടുത്തെ എല്ലാ കഥകളും അറിയാം. ദേഷ്യം വന്നാലുണ്ടല്ലോ അവള് നിന്റെ മോനെ വീണ്ടും ലോക്കപ്പിൽ കൊണ്ടിട്ടേ ചവിട്ടി മെതിക്കും. ചേച്ചിയുടെ ഭർത്താവിന് എന്തിനാ അനിയത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്നൊക്കെയാ നവ്യ ചോദിക്കുന്നത്. അതാണ് നവ്യക്ക് നന്ദുവിനോട് ഞങ്ങളോടുള്ള ദേഷ്യം. അവക്കൊരു അപകടം ഉണ്ടായി കിടന്നിട്ട് പോലും ചേച്ചി അനിയത്തെ ഒന്നും കാണാൻ വന്നിട്ടില്ല.
അതിന്റെയൊക്കെ യഥാർത്ഥ കാരണം നിന്റെ മകനാണെന്ന് നവ്യക്ക് അറിയില്ലല്ലോ. ഒരു ദിവസം അവളെ അതൊക്കെ അറിയിച്ചിട്ടായിരിക്കും അവളുടെ മുന്നിലൂടെ ഇനി നന്ദൂട്ടൻ അവനെ തൂക്കിയെടുത്തോണ്ട് പോകാൻ പോകും. ആ സമയത്ത് അവളെ തടയില്ല, ലോകപ്പിൽ കൊണ്ടുപോയി അവനെ കെട്ടി തൂക്കാനേ പറയൂ. അവനിപ്പോ ഒരു തെറ്റും ചെയ്യുന്നില്ല കനകെ. ഈ വീട്ടിൽ എന്നെ സഹായിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക. ആഹാ, അതെ, അല്ലേലും അങ്ങനെ അവൻ നിന്നേ പറ്റൂ. അതവൻ സൗജന്യമൊന്നും ചെയ്യുന്നതല്ല, അവന്റെ സ്വന്തം ഭാവിക്ക് വേണ്ടി ചെയ്യുന്നത്. ഇതൊക്കെ ആർക്കാ അറിഞ്ഞൂടാത്തത്? എന്നിട്ട് അവൻ സഹായിച്ചോണ്ട് നിൽക്കുകയാണത്രേ. ദേ സത്യം പറയാലോ, ദേ ഈ എണ്ണ ഉണ്ടല്ലോ, അതെടുത്ത് നിന്റെ മുഖത്തേക്ക് ഒഴിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ലോകത്തിൽ ഇങ്ങനെയും അമ്മമാര് കാണൂ. അതെ, എന്നെ മാത്രം കുറ്റം പറയണ്ട. കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചയക്കണമെന്ന് നീ ഒരു സമയത്ത് ആഗ്രഹിച്ചല്ലേ കനകെ? ആ, ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഈ കുടുംബത്തോട് ഞാൻ ചെയ്ത ചതിയായിട്ടാ പിന്നീട് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ആ സ്വഭാവമൊക്കെ മാറ്റിയത്. അതുപോലെ ഓരോരോ അനുഭവങ്ങൾ വന്നിട്ടും നീ നിന്റെ മകന് എന്താണ് ഈ സ്വഭാവം മാറ്റാത്തത്? നിങ്ങൾക്ക് മാത്രം എന്താ ഒരു ചേഞ്ചും ഇല്ലാത്തത്? എനിക്കറിയാം, എനിക്കും എന്റെ മക്കൾക്കൊന്നും ഈ വീട്ടിൽ കയറി വരാനുള്ള അർഹത പോലും ഇല്ല. എന്നാൽ ഞങ്ങളുടെ അത്ര പോലും അർഹത ഇല്ലല്ലോ നിനക്ക് നിന്റെ മകനും ഈ വീട്ടിൽ ജീവിക്കാൻ. ആ, ഇപ്പൊ വേറൊരുത്തും കൂടെ വന്നിട്ടുണ്ടല്ലോ. അല്ല, അവള് തരക്കേടൊന്നുമില്ല, പക്ഷേ അവളുടെ മനസ്സിൽ കൂടി നിന്റെ സ്വഭാവം കുത്തിവെക്കരുത് കേട്ടോ, പ്ലീസ്. പണി നടക്കട്ടെ. അമേരിക്കൻ ആഭരണ കമ്പനിയുമായിട്ടുള്ള 5 വർഷത്തെ കരാറിൽ ഒപ്പിട്ടതോടെ AN ജ്വല്ലറിയുടെ ഷെയർ കുതിച്ചുയർന്നു 110 നിന്നും 121 ആ കുതിപ്പ്. ഏകദേശം 10% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് AN ജ്വല്ലറിയുടെ അവിടുത്തെ വിവരം എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? ആദർശമാൻ വിളിക്കോ മറ്റോ ചെയ്തോ? അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചോ? ഇദ്ദേഹം എന്താ ഒന്നും മിണ്ടാത്തെ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല. എന്താ പറ്റിയേ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആ ബിസിനസ് നഷ്ടപ്പെട്ടോ? എന്തെങ്കിലും ഒന്ന് പറയേ. ഇദ്ദേഹം ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ പേടിയാ എനിക്ക്. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാകാതെ ഇങ്ങനെ മൗനം പാലിക്കില്ലല്ലോ. എടാ, എന്താ എടാ ആദർശന്റെ കാര്യം? പോയടി, ആ ഡീല് ആദർശേട്ടന് കിട്ടിയില്ല. അയ്യോ, അതെന്ത് പറ്റിയടാ? വിശദാംശങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛനെ വിളിച്ച ഈ കാര്യം പറഞ്ഞു. വീട്ടിലെല്ലാരും അറിഞ്ഞൊന്നും അറിയില്ല. ആദർശേട്ടൻ അങ്ങനെ സംഭവിക്കേണ്ടതല്ലല്ലോടാ. ഞാൻ പറഞ്ഞില്ലേ, മൂർത്തി ജ്വല്ലറിയെ തീർക്കാനായിട്ട് ശക്തനായ ഒരു എതിരാളി ഇപ്പൊ വന്നിരിക്കാം. AN ജ്വല്ലറി. അവരാണോ അടിയിൽ നേടിയത്? അതെ, ഈ വാർത്ത വന്ന ശേഷം ഇപ്പൊ ഷെയർ ഒക്കെ ഇടിഞ്ഞോണ്ടിരിക്കുക. 10% മുകളിലാ ഇപ്പൊ ഇടികൊണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തില് എനിക്ക് വീട്ടിലോട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടാ. നീ പിന്നെ എങ്ങോട്ട് പോവാ? എനിക്കൊരു ബിസിനസ് ടൂർ ഉണ്ട്, അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഞാൻ ഇവിടെ കാണില്ല. അത് മാറ്റിവെക്കാന്നാ കരുതിയത്. ഇനിയിപ്പോ മാറ്റിവെക്കുന്നില്ല. ആദർശേട്ട വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. നിന്റെ മുത്തശ്ശൻ എന്ത് പറയുന്നു? അതൊന്നും എനിക്കറിയില്ല. ഞാൻ നിന്നോട് സൂചിപ്പിച്ചിട്ടില്ലേ, ബിസിനസും ബന്ധങ്ങളും തമ്മിൽ കൂട്ടിക്കൊടുക്കുന്ന ഒരാളല്ല മുത്തശ്ശൻ. പിന്നെ ആദർശേട്ടന്റെ കാര്യമായതുകൊണ്ട് എന്തെങ്കിലും വിട്ടുവീഴ്ച മുത്തശ്ശൻ ചെയ്യുമെന്ന് അറിയില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ മൂർത്തി ജ്വല്ലറിയിൽ അവർ പിന്നെ ഉണ്ടാവത്തില്ലായിരുന്നു. മുത്തശ്ശനോട് ആദർശേട്ടന്റെ വിജയത്തിന് വേണ്ടി എല്ലാം ചെയ്തിരുന്നതാ. പിന്നെ എന്താ അതിനിടയ്ക്ക് സംഭവിച്ചെന്ന് മനസ്സിലാവാത്ത. നീ ഉടനെ പുറപ്പെടുവോ? പുറപ്പെടണമെന്നാ വിചാരിക്കുന്നത്. ഇനിയിപ്പോ ബിസിനസ് കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിന്നേ പറ്റൂ. പിന്നെ അതിനു മുമ്പ് എനിക്ക് നിന്നൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ നിന്നെ വിളിക്കാടി. ശരിയടാ. എന്തായി കനകെ? ആദർശമാൻ പോയ കാര്യം നടന്നോ? ഒന്നും അറിഞ്ഞില്ല ഗോവിന്ദേട്ടാ. അതിനു മുമ്പേ ഞാൻ ഇങ്ങ് പോന്നു. ഇവിടെ ആരും ഇല്ലാത്തതല്ലേ. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് പോന്നാ പോരായിരുന്നോ? ഓ, അതിപ്പോ നയനമോളെ വിളിച്ച് ചോദിച്ചാലേ അറിയാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ അവളിങ്ങോട്ട് വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങള്? ജലജി അവളുടെ മോനെ ഞാൻ അന്തരീക്ഷത്തിലാണ് നിർത്തിയത്. രണ്ടിനെയും വറുത്തങ്ങ് കോരി ഞാൻ. സത്യം പറയാലോ ഗോവിന്ദേട്ടാ, ഇനി അവളും അവനുമൊക്കെ അവിടെ ജീവിക്കാത്തതാ നല്ലത്. നായ്ക്കളുടെ വില പോലെ അവിടെ ആരും അവർക്ക് കൊടുക്കുന്നില്ല. പിന്നെ ഇതൊന്നും അറിയാതിരുത്തി അവിടെ ആട്ടം കാണുന്നുണ്ട് നമ്മുടെ മോള്. അവളോട് 4 നല്ല വർത്തമാനം പറഞ്ഞില്ലേ? ഓ, പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല ഗോവിന്ദേട്ടാ. അവക്കിപ്പോ അറിയില്ലല്ലോ അവളുടെ ഭർത്താവ് ചെയ്ത തെറ്റൊക്കെ. നന്ദൂടിനെ കാണാൻ വരാത്ത കാര്യം പറഞ്ഞപ്പോഴേ അവൾ എന്റെ മേത്തോട് ചീർക്കൊണ്ട് വരുമായിരുന്നു. നന്ദു അബി അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു കാണുമല്ലേ? അവൾ അനന്തപുരിക്കാരെ താറടിക്കാൻ വേണ്ടി തന്നെ നടക്കുമല്ലേ. അവളെ കരണം അടിച്ച് പൊട്ടിക്കാന്ന് വെച്ചാ അതും പറ്റില്ലല്ലോ. അവള് നോക്കുമ്പോ അഭിയേക്കാളും തെറ്റുകാരനല്ലേ ആദർശമോൻ. എന്താ മോളെ ഒരു വിഷമം പോലെ? അമ്മ എപ്പോഴാ വന്നത്? ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ മോളെ. അമ്മ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? ഇല്ല. എന്ത് നന്ദൂട്ടാ? അത് പിന്നെ ആ ഡീല് ആദർശനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞേ. ആദർശമൻ വലിയ പ്രതീക്ഷയിലാണല്ലോ പോയത്. അവന് മാത്രല്ല ഗോവിന്ദേട്ടാ, എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു. അവന്റെ വിജയത്തിന് വേണ്ടിയിട്ട് കഠിന വ്രതത്തിലായിരുന്നു അവിടെ എല്ലാവരും. ശത്രുക്കൾ ഒരുപാട് അവർക്കുണ്ടെന്ന് ആദർശന്റെ മുത്തച്ഛനെ വിളിച്ചപ്പോ പറഞ്ഞതാ. ആരും മനഃപൂർവ്വം മൂർത്തിസ് ജ്വല്ലറി മാത്രമല്ല ആ കുടുംബത്തെ തകർക്കാൻ നോക്കാന്നാ സാർ പറഞ്ഞത്. അങ്ങനെ ഒരു സംശയം അദ്ദേഹത്തിനുണ്ട്. അത് എന്നോടും പറഞ്ഞിരുന്നു. എന്തായാലും ഞാൻ നേരത്തെ ഇങ്ങ് പോകുന്നത് നന്നായി. അല്ലെങ്കിൽ അവിടെയുള്ളവരുടെ സങ്കടം കൂടി കാണേണ്ടി വന്നനെ. ആ വീട് ഇപ്പൊ ഒരു മരണ വീടായി കാണും ഗോവിന്ദേട്ടാ. നയനമോളാണോ നിന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്? അല്ല, എന്റെ ഒരു സുഹൃത്ത് എന്നോട് ഇത് സൂചിപ്പിച്ചത്. മൂർത്തീസ് ഗ്രൂപ്പിന്റെ ഷെയർ ഇടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാ കാര്യങ്ങൾ വിശദമായിട്ട് അറിഞ്ഞത്. ഉള്ളത് പറയാലോ ഗോവിന്ദേട്ടാ. ആ അഭിയൻ ജലജയൊക്കെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നാടിച്ചിറക്കി വിടണം. രണ്ടും പ്രാർത്ഥിക്കുന്നത് ആ കുടുംബത്തിന്റെയും ജ്വല്ലറിയുടെയും തകർച്ചയ്ക്ക് വേണ്ടിയിട്ടാ. അവയ്ക്ക് ഇതിലൊക്കെ പങ്കുണ്ടെന്നാ എല്ലാവരുടെയും സംശയം. അങ്ങനെ ആണെങ്കിൽ അവനെ ഞാൻ ഉടച്ചു വാർക്കും. അങ്ങനെ ഒരു കുടുംബം ആയതുകൊണ്ടാ അവനും അവന്റെ അമ്മയ്ക്കൊക്കെ ഇപ്പോഴും അവിടെ കഴിയാൻ പറ്റുന്നത്. എന്നിട്ട് നന്ദികേട് കാണിക്കുന്നവരൊന്നും ജീവിക്കാൻ അനുവദിക്കരുത്. ഗോവിന്ദേട്ടാ, ഞാൻ നയനമോളെ ഒന്ന് വിളിക്കണോ? ഏയ് വേണ്ട, മോൾ ഇങ്ങോട്ട് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ. അമ്മ വിളിയൊന്നും വരുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഉച്ച കഴിഞ്ഞുള്ള ഫ്ലൈറ്റ്സും ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അവൻ വിളിക്കട്ടെ മോളെ. ഇതുവരെ ഇത്രയും ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. മുത്തശ്ശൻ അങ്ങോട്ട് ഇടയ്ക്ക് ഞാൻ ചെന്നപ്പോ മുത്തശ്ശനൊന്നും മിണ്ടിയിട്ടില്ല. നമ്മളെക്കാളും ടെൻഷനില്ല മുത്തശ്ശൻ. അതുകൊണ്ട് ഒന്നും മിണ്ടാത്തത്. ചേട്ടനോ അച്ഛനോ എത്തിയല്ലോ. വാ മോളെ.
അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അച്ഛൻ അറിഞ്ഞു കാണുമല്ലോ. ഇനി അറിഞ്ഞിട്ട് അവരാകെ വിഷമിച്ചിരിക്കുകയാണെന്ന് അറിയില്ല. എന്താ ചേട്ടാ? അച്ഛനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അച്ഛന്റെ അടുത്തേക്ക് മോളെ ഇന്നിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. കുറെ നേരമായിട്ട് അച്ഛൻ മൗനമായിട്ടിരിക്കുക, അതും 1-2 മണിക്കൂറായിട്ട്. അല്ല, അച്ഛന്റെ ഇളച്ചന്റെ മുഖം കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ ഡീല് നമുക്ക് കിട്ടിയില്ല.